അല്ല സുരേഷ്, ഉത്സവത്തിന്റെ ട്രഷറർ ഇത്തവണ നീയാണെന്ന് പറഞ്ഞു. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ചന്ദ്രമാഷ് തന്നെ ആവേണ്ടിയിരുന്നേ. മാഷിന് കുറച്ചായി മാറാത്തൊരു ചുമച്ച് ഇപ്പോ ശബ്ദം അടഞ്ഞു. എന്നിട്ട് ഡോക്ടറെ ഒന്നും കാണിച്ചില്ലേ? ഒരു 3 ആഴ്ച മുന്നേ അല്ലേ വയനാട്ടിലെ മകളുടെ അടുത്ത് പോയത്. അതിനുശേഷം തുടങ്ങിയതാ. തണുപ്പും പിന്നെ വെള്ളം മാറി കുളിക്കുകയൊക്കെ ചെയ്തില്ലേ, അതുകൊണ്ടാവും. ഇതൊന്നും അങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് നല്ലതല്ല. ഈ പറഞ്ഞതൊക്കെ തന്നെ ആ ശ്വാസകോശ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ. അതിന് മാഷിന് വലിയും കൂടിയൊന്നും ഇല്ല കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിലും ശ്വാസകോശ ക്യാൻസർ വരാനുള്ള സാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട്. വാ, നമുക്കിപ്പോ തന്നെ മാഷിന്റെ വീട്ടിൽ പോവാം. ഒരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാ. ശ്വാസകോശ ക്യാൻസർ അഥവാ ലങ് ക്യാൻസർ പുകവലിക്കുന്നവർക്ക് മാത്രമേ വരൂ എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. അന്തരീക്ഷ മലിനീകരണം, ആസ്ബറ്റോസ് ഷീറ്റിന് താഴെ ജോലി ചെയ്യുന്നവർ, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുള്ള പുക ശ്വസിക്കുന്നവർ, ഇതൊന്നുമില്ലെങ്കിലും ജനിതക മാറ്റം കാരണവും ശ്വാസകോശ ക്യാൻസർ വന്നേക്കാം. നിങ്ങൾ ഇതുപോലുള്ള ഒരു സാഹചര്യത്തിലാണോ ജോലി ചെയ്യുന്നത്? കമന്റിൽ പറയൂ.